السلام عليكم ورحمة الله. വലൈക്കും അസ്സലാം. എന്തൊക്കെയാണ്? മിറാജിന്റെ ദിവസമാണല്ലേ? ആ, എന്നിട്ട് മിറാജിന് ചെല്ലേണ്ട ദിക്റുകളൊക്കെ ചെല്ലിയോ? വലൈക്കും അസ്സലാം. മിറാജിന് ചെല്ലേണ്ട ദിക്റുകളൊക്കെ ചെല്ലിയോ? ചെല്ലിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമുക്കിന്ന് തുടങ്ങാം. ഇന്ന് നമുക്ക് താരീഖാണ്. താരീഖ് നമ്മള് നിലവിൽ ഒരു ക്ലാസ് അല്ലേ എടുത്തിട്ടുള്ളൂ. അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണെന്ന്. റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഓക്കെ ഓക്കെ. നമ്മളിനി നമ്മളവിടെ 6 ക്വസ്റ്റ്യൻ പറഞ്ഞു തീർന്നല്ലേ? ഇനി രണ്ടാമത്തതല്ലേ, ചേരുംപടി ചേർക്കാനുള്ളതല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം വായിച്ചോ. ചേരുംപടി സ്ക്രീൻ കാണുന്നില്ല. നെറ്റ് ഉണ്ടല്ലോ ഇവിടെ. ഇപ്പൊ റെഡിയായോ? ഇല്ല, പേപ്പർ കാണുന്നില്ല. ഇപ്പോഴോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോഴോ? പോയാ? പുതിയതായിട്ട് എടുക്കായിരുന്നു. ഇപ്പൊ കാണില്ലേ? ഇപ്പൊ കാണില്ലേ? കാണില്ല. നിങ്ങൾ കുറച്ച് റേഞ്ച് ഉള്ളടത്ത് നോക്കണേ. കാണില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കാണില്ല. ആർക്കൊക്കെ കാണാത്ത? സിനാർക്ക് കാണുന്നില്ല. പിന്നെ ആർക്കാ? ഇതൊക്കെ കാണുന്നുണ്ടോ? ഇതൊക്കെ കാണുന്നുണ്ടോ? റനക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? അപ്പൊ സിനാനെ കുറച്ച് റേഞ്ച് ഉള്ളിടത്തോട്ട് ഒന്ന് നോക്കാം. എന്റെ ഇവിടെ റേഞ്ച് ഉണ്ട്. ഇപ്പൊ കാണുന്നുണ്ടാ? എന്ത് ഇജൊന്ന് പുറത്തു പോയി ഒന്നും കൂടെ ജോയിൻ ചെയ്ത് നോക്കാം. അതാണ് വിഷയം. ഞാൻ ഏതായാലും ചോദ്യം വായിച്ചുതരാം. ഒന്നാം ഉമവിയ ഖലീഫ ആരാണ്? ഒന്നാമത്തെ ഉമവിയ ഖലീഫ ആരാണ്? അറിയോ? അറിയുന്നവർക്ക് ഉത്തരം എഴുതാം.
എന്താണ്? അറിയുന്നവർക്ക് ഉത്തരം എഴുതാം. ഒന്നാം ഉമവിയ ഖലീഫ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണോ, ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു ആണോ, മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണോ, അബുൽ അബ്ബാസ് സഫാഹ് റളിയല്ലാഹു അൻഹു ആണോ, അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആണോ? ആരാണ്? കാണുന്നില്ലേ സ്ക്രീന്? സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല. ഒന്നാം ഖലീഫ ആരാണ്? മുആവിയ ബിൻ അബി സുഫിയാൻ അല്ലേ? റെഡി അല്ലേ? സി. ഓക്കെ ഓക്കെ. ഈ ഉമവിയ ഖലീഫമാരിൽ ഒന്നാമൻ ആരാണ്? മുആവിയ ബിൻ അബി സുഫിയാൻ ആണ് അല്ലേ? ഈ മുആവിയ തങ്ങളുടെ മകന്റെ പേര് അറിയോ നിങ്ങക്ക്? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേര് അറിയോ? ഉമവിയ ഖലീഫമാരിൽ ഒന്നാമന് മുആവിയ ബിനു അബി സുഫിയാനാന്ന് പറഞ്ഞില്ലേ? ഓക്കെ. എന്നാൽ മുആവിയ റളിയല്ലാഹുവിന്റെ മോന്റെ പേര് അറിയോ? സുഫിയാൻ വാപ്പാന്റെ പേരല്ലേ? സുഫിയാൻ ഉപ്പാന്റെ പേരല്ലേ? അപ്പൊ ആരാണ്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഒരു അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങൾ ഓർമ്മ ഉണ്ടോ? അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങൾ ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? ഒരു യസീദിന്റെ ഭരണം പറ്റായിട്ട് മക്കയ്ക്കും മദീനയിലുള്ളവര് ഈ അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങളെ ബൈഅത്ത് ചെയ്തു. അവിടെ പറഞ്ഞ യസീദ് ആണ് എന്ത്? മുആവിയ റളിയല്ലാഹുവിന്റെ മകനാണത്. കാരണം മുആവിയ റളിയല്ലാഹുവിനാണ് മകനായ യസീദിനെ എന്ത് ചെയ്തത്? ഭരണം ഏൽപ്പിച്ചത്. അപ്പോ മകന്റെ പേരെന്താന്ന് ചോദിച്ചാൽ യസീദ് ബിനു അബി സുഫിയാൻ. സോറി, യസീദ് ബിനു മുആവിയ എന്നാണ് പേര് പറയാ. യസീദ് ബിനു മുആവിയ. റെഡി അല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ആര്? അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങളെ പറഞ്ഞില്ലേ? അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങളാണ് ഉമവിയ ഖലീഫമാരിൽ ഏറ്റവും കുറഞ്ഞ കാലം ഭരണം നടത്തിയ ആള്. ആരാണ്? അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ആ പാഠം കൃത്യമായിട്ട് നോക്കിയിട്ടില്ല എന്ന് സോ ഒന്ന് ആ പാഠം പറഞ്ഞുതരാം. ഫസ്റ്റത്തെ പാഠം റെഡി അല്ലേ? അതായത് അലി റളിയല്ലാഹു അൻഹു വഫാത്തായി. അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു? അഞ്ചാം ഖലീഫയായിട്ട് ജനങ്ങള് ബൈഅത്ത് ചെയ്തു. അപ്പോ അഞ്ചാം ഖലീഫയായിട്ട് ജനങ്ങള് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ബൈഅത്ത് ചെയ്യുമ്പോ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഒരു പേടി. പടച്ചോൻ, ഇന്നേക്കായി നല്ല മുതിർന്ന ആളാണല്ലോ മുആവിയ റളിയല്ലാഹു അൻഹു. പിന്നെ ആണെങ്കിലോ ഇന്നേക്കായും കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ മൂപ്പർക്കാ ഉള്ളത്. മുആവിയ റളിയല്ലാഹു അൻഹു ആണ് 4 ഖലീഫമാരുടെ കാലത്തും യുദ്ധ തലവനും അതേപോലെ തന്നെ ഗവർണറൊക്കെ ആയിട്ടുള്ള ആളാണ് മൂപ്പര്. മുആവിയ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഏകദേശം 30 വർഷത്തോളം എന്തായിട്ടുണ്ട്? യുദ്ധ തലവനും അതേപോലെ തന്നെ എന്തുമായിട്ടുണ്ട്? ഗവർണറും ആയിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പൊ എന്ത് ചെയ്തു? ഹസൻ റളിയല്ലാഹു അൻഹു ഒരു അനൈക്യം ഉണ്ടാവണ്ട, ഇനിയിപ്പോ ഒരു ഐക്യ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അനൈക്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ഭരണം ആർക്ക് കൊടുത്തു? മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു.
ഈ അനൈക്യം എവിടുന്ന് ഉണ്ടായത്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഉണ്ടായ ഒരു അനൈക്യമാണ് എന്ത് ചെയ്തത്, അവിടെ ഇല്ലാതായി പോയത്. ഏത് ഭരണം മുആവിയ റളിയല്ലാഹുവിന് കൊടുക്കുന്ന സമയത്ത് ആ അനൈക്യം ഒഴിവായത് എങ്ങനെ? ഹസൻ റളിയല്ലാഹുവിന് മുആവിയ റളിയല്ലാഹുവിന് ആ ഭരണം കൊടുത്തു. അപ്പോഴാണ് അവിടെ അനൈക്യം ഇല്ലാതായത് അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? മുആവിയ റളിയല്ലാഹുവിന് ഭരണം കിട്ടിയല്ലോ. അപ്പോ ഈ ഭരണം നടന്നത് എന്താണ്? അനൈക്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹസൻ റളിയല്ലാഹുവിന് ഭരണം കൊടുത്തു. അത് ഹിജ്റ 41-ലാണ്. ഈ വർഷത്തിനാണ് അൽ ആമുൽ ജമാ, ഐക്യവർഷം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്ന വർഷം. ഐക്യവർഷം എന്ന് പറയുന്നത് ഹിജ്റ 41-ല് ഹസൻ റളിയല്ലാഹുവിനു തന്റെ ഭരണം മുആവിയ റളിയല്ലാഹുവിന് വിട്ടുകൊടുക്കുമ്പോഴാണ് ഈ അനൈക്യമൊക്കെ ഒഴിവായി നല്ല ഐക്യമുള്ള എല്ലാവരും ഒരു ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് കൂടുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്തത് വന്നതല്ലേ? എല്ലാവരും ഒരു ഇമാമിന്റെ കീഴിൽ ഇങ്ങനെ അണിനിരക്കുകയും ചെയ്തു അല്ലേ? അങ്ങനെ ഇരിക്കുകയാണ് മുആവിയ റളിയല്ലാഹുവിനു, മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹുവിനു മഹാനവറുകളാണ് ആദ്യത്തെ ഭരണാധികാരി. ഏത്? ഉമവിയ. ഈ ഉമവിയ എന്ന് പേര് വരാൻ കാരണം മഹാനായ ആര്? മുആവിയ റളിയല്ലാഹുവിന്റെ ഭരണകൂടം, അതായത് തറവാട് എന്ന് പറയുന്നത് ബനു ഉമയ്യത്ത് തറവാടാണ്. ബനു ഉമയ്യത്ത് ഗോത്രക്കാരനാണ് ആര്? മുആവിയ റളിയല്ലാഹു. അപ്പൊ ഈ ബനു ഉമയ്യത്തിലേക്ക് എന്ത് ചെയ്തു? ഈ പേരാണ് ചേർത്തു. ഇതുവരെ ഖുലഫാഉർ റാഷിദീൻ എന്ന് പറഞ്ഞു വന്നിരുന്ന ആ ഒരു സാധനം മൊത്തമായിട്ട് ബനു ഉമയ്യത്ത് എന്ന ആ കുടുംബത്തിലേക്ക് ചേർത്ത് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഉമവിയ എന്ന് പേര് വരാൻ കാരണം അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? മുആവിയ റളിയല്ലാഹുവിന്റെ ഭരണം ഇങ്ങനെ തുടരാണ്. ഏകദേശം ഉമവിയ ഭരണകൂടം ഹിജ്റ 41-ൽ തുടങ്ങി ഹിജ്റ 132 വരെ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. 14 ഖലീഫമാര് ആ കാലയളവിൽ ഭരണം നടത്തിയിട്ടുണ്ട്. ആ 14 ഖലീഫമാരില് ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ആര്? അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ആളല്ലേ? ഈ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഏറ്റവും വലിയ നല്ല ശക്തി. ആ പറഞ്ഞോളി. ഇടക്കിടക്ക് പോകുന്നുണ്ടോ? അത് നെറ്റ് കുറഞ്ഞിട്ടാവും. നമ്മള് കുറച്ച് നെറ്റ് ഉള്ളോടത്ത്, അതായത് നമ്മളെ നെറ്റ്വർക്ക് കുറച്ച് സ്പീഡുള്ള സ്ഥലത്തേക്ക് ഒന്ന് ചെറുങ്ങനെ ഒന്ന് മാറിക്കിട്ടാ. ഓക്കെ. അങ്ങനെ ഈ ഉമവിയ ഖലീഫമാരിൽ 14 ഖലീഫമാരാണല്ലോ ഉമവിയാക്കൾക്കുള്ളത്. അതിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ആര്? അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ആള്. ഈ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഏറ്റവും ശക്തനാണെങ്കിൽ പക്ഷെ ജനങ്ങളെ ഇടയിൽ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചത്, അതായത് ഏറ്റവും നല്ല പ്രസിദ്ധനായതും സച്ചരിതനുമായ ആളായിട്ട്, അതായത് ഭരണാധികാരികൾക്ക് നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഭരണാധികാരിയായിരുന്നു ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്താണ് എന്ത്? ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്താണ് നമ്മൾ ഫിഖിൽ പഠിച്ചില്ലേ എന്ത്? സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ ആയ രൂപം നമ്മൾ പഠിച്ചില്ലേ? അത് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്താണ്. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് കുറെ സ്ഥാനപ്പേരുകളുണ്ട്. അതിൽ പെട്ട ഒരു 2 സ്ഥാനപ്പേരുകൾ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്തത് 5-ാം ഖലീഫ എന്ന്. കാരണം ഉമർ അത് ഖുലഫാഉർ റാഷിദുകൾ എത്രമാത്രം സൂക്ഷ്മത വെച്ചിട്ടാണോ അവര് ഭരണം നടത്തിയത്, അതേ സൂക്ഷ്മത പാലിക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ട്? അബ്ദുൽ അസീസ് തങ്ങള് ശ്രമിച്ചിട്ടുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2-ാം ഉമർ റളിയല്ലാഹുവിന്റെ ഭരണം അതേപോലെ ആയിരുന്നു എന്ത്? മഹാനായ അബ്ദുൽ അസീസ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ഭരണം. അതുകൊണ്ട് തന്നെ അവർക്ക് 2 സ്ഥാനപ്പേരാ കിട്ടിയത്. ഏത്? 5-ാം ഖലീഫ, 2-ാം ഉമർ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മഹാനവറുകൾക്ക് സ്ഥാനപ്പേരുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആര്? യസീദിനെ പറഞ്ഞു. യസീദ് ബിൻ മുആവിയ എന്ന് പറയുന്ന മുആവിയ റളിയല്ലാഹുവിന്റെ മകനെ പറഞ്ഞില്ലേ? ആ മുആവിയ റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം മുആവിയ റളിയല്ലാഹുവിന്റെ മകനായ യസീദിനെ ഭരണം ഏൽപ്പിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു എന്ന് പറയുന്ന ആ ഇവർക്ക് പറ്റിയില്ല.
അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ആ അനൈക്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? അവര് മക്കയിലും മദീനയിലുള്ള ആളുകൾ മഹാനായ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. ഈ ഉമവിയ ഭരണകൂടത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം ഭരണം നടത്തിയ ആളാണ് ആര്? ആര്? അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഈ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഈ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ആര് കൊല്ലുകയാണ്? ആരാണ് കൊല്ലണത്? അബ്ദുൽ മലിക്. അബ്ദുൽ മലിക് എന്ത് ചെയ്യണേ? ഈ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുകയാണ്. ആ കൊല്ലുന്നതോടെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം അവസാനിക്കുന്നുണ്ട്. അങ്ങനെ അവര് ഭരണം അവസാനിക്കുകയും ഏകദേശം ഉമവിയ ഭരണകൂടം 91 വർഷം എന്ത് ചെയ്തു? ഇവിടെ ഭരണം നടത്തിയല്ലേ? അതേപോലെ തന്നെ ഇനി ഈ ഉമവിയാക്കൾക്ക് കിട്ടിയ നേട്ടങ്ങളാണ് ഒരു ഏകദേശം 10 പുസ്തകത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതിലൊരു 5 നമ്മൾ പഠിച്ചേക്കണം കേട്ടോ, എന്തായാലും നിർബന്ധമായിട്ട്, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇപ്പൊ കഥ മനസ്സിലായില്ലേ നിങ്ങക്ക്? ചരിത്രം എങ്ങനെ വന്നത് മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായല്ലേ? ഓക്കെ, എന്നാ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ അബ്ബാസി ഖലീഫ ആരാണ്? ആരാണ്? സഫാഹ് ആണല്ലേ? ആദ്യത്തെ ഭരണാധികാരി അബുൽ അബ്ബാസ് സഫാഹ് റളിയല്ലാഹു അൻഹു ആണല്ലേ? ഡി ആണ് അപ്പൊ ഉത്തരം. ഇങ്ങക്ക് അബ്ബാസിയ ഭരണകൂടത്തിനെ കുറിച്ച് അറിയൂലേ? എന്തപ്പോ അങ്ങനെ? ഓക്കെ, ഡി. നിങ്ങൾക്ക് അബ്ബാസിയ ഭരണകൂടത്തെ കുറിച്ച് അറിയൂലേ? അബ്ബാസിയ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഹിജ്റ 132 മുതൽ എന്ത് ചെയ്തു? ഏതുവരെ അവര് ഭരണം നടത്തിയിട്ടുണ്ട്? ഹിജ്റ 923 വരെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഭരണം നടത്തിയിട്ടുണ്ട്. ഉമവിയ ഖിലാഫത്തിന്റെ അവസാന ഭരണാധികാരിയായിരുന്ന മർവാനു സാനി എന്ന് പറയുന്ന ആളുടെ മരണത്തോടു കൂടെയാണ് എന്ത് ചെയ്തത്? അബ്ബാസിയ ഭരണകൂടം നിലവിൽ വരുന്നത് അല്ലേ? പിന്നെ അതേപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയാണല്ലോ ഈ അബ്ബാസിയ ഭരണകൂടം എന്ന് പറഞ്ഞേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പേ പ്രഖ്യാപിച്ചല്ലേ ഇബ്നു അബ്ബാസ് തങ്ങളുടെ സന്താന പരമ്പരയിൽ ഇവിടെ എന്ത് ചെയ്യും? ഒരു ഭരണകൂടം വരുമെന്നും ആ ഭരണകൂടം ഇവിടെ വിജ്ഞാനം കൊണ്ട് നിറക്കും എന്നൊക്കെ ആര് പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ മൂന്നാമത്തെ ചോദ്യം നോക്കാണി. മുവത്ത എന്ന ഗ്രന്ഥം ആരാ രചിച്ചത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അല്ലേ? ഇത് അബ്ബാസിയ കാലഘട്ടത്തില് കൊറേ ഗ്രന്ഥരചനകൾ നടന്നിട്ടില്ലേ? ആ ഗ്രന്ഥരചനകളിലൊക്കെ പെട്ട ഒരു ഗ്രന്ഥാണ് ഏത്? ഈ മുവത്ത എന്ന് പറഞ്ഞ. ഈ മുവത്ത നമുക്ക് വേറെ എവിടെയോ പഠിക്കാല്ലേ? ഓർമ്മണ്ടോ? എവിടെ പഠിക്കാനുള്ളത്? എവിടെയാണ്? തസ്കിയത്തുൽ വിൽദാനിൽ പഠിക്കാണ്ടല്ലേ? റെഡിയാണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മുവത്ത ഏതാണ്? എ ആണല്ലോ ഉത്തരം. ഉത്തരൊക്കെ ഇവിടെ റിദ്വാന് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് സിനാൻ എന്ത് ചെയ്യുന്നുണ്ട്? കൊറേ ടിക്കറ്റ് ഉണ്ട്. ഞാനും ടിക്കറ്റ്, അതാ നല്ലത്. അയ്യോ, ഇവിടെ ടിക്കറ്റ് ഒരു കാര്യമില്ലല്ലോ, എഴുതന്നെ വേണ്ടേ?
പോയല്ലോ. വേണ്ട, നമുക്ക് വരക്കാം. നമുക്ക് ആദ്യം ഉമ്മവിയ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുക. അയവ, ഇതാണ് ഏറ്റവും നല്ല. ആ, ഇനി ഇവിടെ നമ്മൾ നോക്കി വെക്കേണ്ട വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. കുറച്ച് കിതാബുകളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ ആ പാഠത്തിൽ നിന്ന്. കാരണം മുവത്ത് അല്ലാതെ തന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏത് ഇബ്നു സീനന്റെ ഒരു കിതാബ് ഇല്ലേ? ഏത് തിബിലുള്ള ഇബ്നു സീനന്റെ ഒരു കിതാബ് ഇല്ലേ? ഏതാണ്, ഓർമ്മ ഉണ്ടോ? ആ തിബ് അല്ലേ, അൽ ഖാനൂൻ ഫി തിബ്. അതേപോലെ തന്നെ കെമിസ്ട്രീനെ കുറിച്ച് പറയുന്ന ഒരു ഇതില്ലേ, കെമിസ്ട്രി. ഏതാണ് ആ കെമിസ്ട്രീനെ കുറിച്ച് പറയുന്നത്? ജാബിർ ബിൻ ഹയ്യാന്റെ അൽ കീമിയ അല്ലേ, ജാബിർ ബിൻ ഹയ്യാൻ അല്ലേ. പിന്നെ ഇബ്നു ഹൈസമിന്റെ ഒരു കിതാബ് ഉണ്ട്, കിതാബുൽ മനാദിർ. അത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇബ്നു ഹൈസം, കിതാബുൽ മനാദിർ ട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹിസാബ് ഖുവാറസ്മി ഇല്ലേ, ഖുവാറസ്മി അൽ കിതാബുൽ ജബർ. ഹിസാബിന്റെ കണക്കുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കിതാബുൽ ജബർ. അത് നല്ല നോക്കി വെക്കണം കേട്ടോ. ഓക്കെ. പിന്നെ അൽ ഫാറാബി ഇല്ലേ, അൽ ഫാറാബി ഇസ്ബാത്തുൽ മുഫാറക്കാത്ത് എന്ന് പറഞ്ഞിട്ട് അത് നോക്കി വെക്കണം, ഈ ഫാറാബി. പിന്നെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിം, ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി. പിന്നെ ഏത് ഇമാം ഷാഫി, ഏത് കിതാബുൽ ഉമ്മ് അല്ലെങ്കിൽ റിസാല, രണ്ടാലൊന്ന് നോക്കിക്കണം. പിന്നെ ഇമാം അഹ്മദ് അൽ മുസ്നദ്. പിന്നെ അതേപോലെ തന്നെ അബു ഹനീഫ ഇമാമിന്റെ അൽ ഫിക്ർ. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9. ഫസ്റ്റത്തെ 9 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആ ഫസ്റ്റത്തെ വരിത്ത ഏത് 9 എണ്ണം. അതേപോലെ തന്നെ രണ്ടാമത്തെ പേജിലുള്ള ഏറ്റവും അവസാനത്തതും, പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തത്, രണ്ടാമത്തെ പേജിലുള്ള മൂന്നാമത്തില്ലേ ഖുവാറസ്മി, അത് ഇബ്നു ഹൈസം ഇല്ലേ, അത് ജാബിർ ബിൻ ഹയ്യാന്. ആ 3 എണ്ണം നോട്ട് ചെയ്ത് വെച്ചാണ്. അതും ചോദിക്കാൻ ചാൻസ് ഉള്ള, കാരണം ശാസ്ത്ര സംഭാവനകളാണ് ഏറ്റവും കൂടുതൽ അതിലുള്ളത്. നമ്മളെ ഇതൊക്കെ ഇല്ലേ, ആൽജിബ്ര, അൽഗൈതം, എന്നൊക്കെ കേട്ടിക്കണോ നിങ്ങള് മാത്സിൽ ബീജഗണിതം പഠിച്ചില്ലേ? ബീജഗണിതം 1/2 ഇൻറ്റു 1/2 അങ്ങനെ ചെയ്യാനുള്ള ഗുണനം പഠിച്ചില്ലേ? അതൊക്കെ മുസ്ലിം സംഭാവനകളാണ് കേട്ടോ. മുസ്ലിമീങ്ങളാണ് അതൊക്കെ കണ്ടെത്തിയത്. ഓക്കെ. പിന്നെ നിങ്ങളിവിടെ തെദിരിബാത്തില് ഒരു ഇത് കൊടുത്തിട്ടില്ലേ? തെദിരിബാത്ത് നോക്കി നിങ്ങള്. അത് ആ പാഠത്തിന്റെ തെദിരിബാത്ത് ഒന്ന് നോക്കാണി. അത് 2 ചേരുംപടി ചേർക്കാനുള്ളതുണ്ട്. ആ രണ്ടും നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം. കാരണം പുസ്തകത്തിൽ അത് എടുത്ത് ചോദിച്ചത് കൊണ്ട് തിരിച്ച് ചോദിക്കാൻ എന്ത് ചെയ്യും, ചാൻസ് ഉണ്ട്. അതായത് നമ്മളെ തെദിരിബാത്ത് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കണം. ഇത് നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ച ആ പട്ടിക പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ തെദിരിബാത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഏകദേശം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് എഴുതാൻ കഴിയും കേട്ടോ. ഓക്കെ.
ഇൻഷാ അല്ലാ. എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കല്ല. അടുത്ത എന്താണ്? 4. തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഅല്ലിഫ് ആരാണ്? തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഅല്ലിഫ് അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി അല്ലേ? ആരാണ്? അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി. ഈ അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി തങ്ങളുടെ കിതാബ് എവിടെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ടോ? ഇല്ലേ? നമ്മളെ ഇന്ത്യയുടെ മുസ്ലിം സംഭാവനകൾ എന്ന് പറഞ്ഞിട്ട് നേതൃത്വം നൽകിയ മുസ്ലിം പണ്ഡിതന്മാര് എന്നൊക്കെ പറഞ്ഞില്ലേ ആഗോളതലത്തില്? അവിടെ പറയുന്നുണ്ടല്ലോ എന്ത്? ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫത്തുൽ മുഹ്താജ്, അതേപോലെ തന്നെ ഏത് വേറൊരു കിതാബിന്റെ പേരും കൂടെ അവിടെ പറഞ്ഞില്ല നമുക്ക്? തഫ്സീറുൽ ബൈളാവി. നമ്മളെ ഈ ഉസ്മാനിയ ഖിലാഫത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഉസ്മാനിയ ഖിലാഫത്ത്. ആ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ഓരോ നേട്ടങ്ങൾ പറഞ്ഞില്ലേ ഉസ്മാനിയ ഖിലാഫത്തിന്റെ? അവിടെ പറഞ്ഞില്ലേ എന്ത്? തഫ്സീറുൽ ബൈളാവിക്ക് ആശയ രചിച്ച അവിടെ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതനായിരുന്നു ശിഹാബുദ്ദീനുൽ ഖഫാജി. പിന്നെ ബഹാഉദ്ദീനുൽ ആമുലി, ഖുലാസത്തുൽ ഇസാബിന്റെ മുസന്നിഫ്. അവിടെ ഉണ്ടോ? അതാണ് ചോദ്യം. എത്രാമത്തെ പാടാണ്? 11ാമത്തെ പാടല്ലേ? 11ാമത്തെ പാഠം മറിച്ച് നോക്കാണ്. ഈ ലക്കൽ ബിഷാറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞമ്മള് ഉസ്മാനുൽ ഖാരിന്റെ സംഭവമൊക്കെ പറഞ്ഞില്ലേ? മറ്റേ മടിയിൽ നിന്ന് എന്ത് മുളച്ചു? ഒരു മരം മുളച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം കണ്ടേ. അതായത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ സമയത്ത് സാംസ്കാരികവും വൈജ്ഞാനികപരമായ നല്ല പുരോഗതി ഉണ്ടായിക്കണ്. അതിന് വൈജ്ഞാനികത്തിന് ഉദാഹരണം പറഞ്ഞതാണ് അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ കിതാബുകളൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ അത്രയും എന്ത് ചെയ്തിരുന്നു? വിജ്ഞാനപരമായിട്ട് ഇടപെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് തഫ്സീറുൽ ബൈളാവിയുടെ ഹാഷിയ രചിച്ച ശിഹാബുദ്ദീനുൽ ഖഫാജി, അതേപോലെ തന്നെ ഖുലാസത്തുൽ ഇസാബിന്റെ മുസന്നിഫായ ബഹാഉദ്ദീൻ ഹാമുലി, പിന്നെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഅല്ലിഫായ അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി, ജൗഹറത്തു തൗഹീദ് എഴുതിയ ഇബ്രാഹിമുൽ ലക്കാനി, അസീറത്തുൽ ഹലബിയ രചിച്ച നൂറുദ്ദീനുൽ ഹലബി തുടങ്ങിയ പണ്ഡിതർ ഇക്കാലത്ത് ജീവിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് കണ്ടോ? അവസാനത്തിന്റെ തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ്. ആ പാരഗ്രാഫ് എന്നാണ് ഇപ്പൊ ചോദ്യം വന്നത്. അവിടുത്തെ ഇനി ബാക്കിയുള്ള കിതാബുകളുടെ ഒക്കെ പേര് ഇതേപോലെ ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. തഫ്സീറുൽ ബൈളാവിയുടെ മുസന്നിഫായ ആര്? അല്ല, തഫ്സീറുൽ ബൈളാവിക്ക് ഹാഷിയ രചിച്ച ആര്? ശിഹാബുദ്ദീനുൽ ഖഫാജി. റെഡി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത ചോദ്യം വായിച്ചു നോക്കണി. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഏത്? ഓരോ ആൾക്കാരെ പേര് അവരുടെ കിതാബും. ഒന്നിരിക്കൽ ആ കിതാബ് തന്നിട്ട് ഈ കിതാബിന്റെ ഉടമസ്ഥൻ, അതായത് ഈ കിതാബിന്റെ മുസന്നിഫ് ആരാണ് നാം ചോദിക്കുക. ഇത് എഴുതിയത് ആരാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പേര് എഴുതണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കാണാപ്പാഠം അത് പഠിക്കേണ്ടി വരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് ഉണ്ടാക്കി അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി. ഇൻഷാ അല്ലാഹ് കോഡ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ കഴിയുകയാണെങ്കിൽ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തേ കേട്ടാ. ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യത്തിൽ നോക്കുക.
അടുത്ത ചോദ്യം. നേതൃത്വം നൽകി. ആരാ നൽകിയത്? ചിശ്തി റളിയല്ലാഹു അൻഹു. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ ഖാജ തങ്ങൾ മാത്രാണോ? എന്നാ ബാക്കിയുള്ളവരുടെ പേര് നിങ്ങൾ പറഞ്ഞാണി. ആരൊക്കെ? ബഖ്തിയാർ ഖാഖിദ് ദഹ്ലവി അല്ലേ? ബാദുഷ ഏർവാടി. സയ്യിദ് മുഹമ്മദ് ഷെരീഫ് അൽ മദനി ഉള്ളാൾ. സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിൽ കവരത്തി. സയ്യിദ് അലി ശിഹാബുദ്ദീൻ. പിന്നെ സയ്യിദ് ഖുത്ബുസ്സമാൻ അലവി അൽ മൻഫുറമി റഹിമഹുല്ലാ എന്നിവർ മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതൃത്വം നൽകിയ ആരാണ്? ആളുകളാണല്ലേ സയ്യിദന്മാര്. ഇവിടെ നിങ്ങൾക്കിപ്പോ ഈ ചേരുംപടിയിൽ ഇപ്പൊ എന്താ ചോദ്യം? മുസ്ലിമീങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ ആള് എന്നാണ് ചോദിച്ചിരിക്കണേ. പക്ഷേ നിങ്ങളെ പരീക്ഷക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ ആയിരിക്കും. എന്ത്? സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളയുടെ നാട് എവിടെയാണ്? എവിടെ? മുഹമ്മദ് ഖാസിം വലിയുള്ള സയ്യിദ് മുഹമ്മദ് കവരത്തിയിലാണ് മഹാനവരങ്ങൾ. അതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുക. നമ്മൾ ശ്രദ്ധിക്കണം ഈ പേരുകൾ പഠിച്ച്. അതായത് ഇപ്പോ ഫസ്റ്റ് പറഞ്ഞു എന്ത്? ഫസ്റ്റ് പറഞ്ഞു ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി. അപ്പൊ ഖാജ തങ്ങളുടെ നാട് എവിടെയാണുള്ളത്? അജ്മീറിലാണുള്ളത്. അല്ലെങ്കിൽ ഖാജ തങ്ങളുടെ ഖബർ ഉള്ളത് എന്ത്? അജ്മീറിലാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം ബാദുഷാ ഏർവാടി. ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ഖബർ എവിടെ ഉള്ളത്? ഏർവാടിയിലാണ്. അതേപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് ഷെരീഫ് അൽ മദനി ഉള്ളാൾ. ഈ മദനി തങ്ങളുടെ ഖബർ മുഹമ്മദ് ഷെരീഫ് മദനി തങ്ങളുടെ ഖബർ ഉള്ളത് ഉള്ളാളത്താണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കല് ഉള്ളാളത്ത് മറവിട്ട് കിടക്കുന്ന ഉള്ളാളത്തുള്ള ആത്മീയ നേതൃത്വം നൽകിയ സയ്യിദ് ആരി എന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയണം. അല്ല തിരിച്ച് ഏത് സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനിയുടെ നാട് എവിടെ എന്ന് ചോദിച്ചാലും ഉത്തരം എഴുതാൻ കഴിയണം. റെഡി അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഖുത്ബുസ്സമാൻ എല്ലാവർക്കും അറിയണല്ലേ? ഖുത്ബുസ്സമാന് അലവിയിൽ മംഫുറമി. മമ്പുറന്തങ്ങളെ അറിയില്ലേ? അത് മമ്പുറന്തങ്ങളാണ് കേട്ടോ. മമ്പുറന്തങ്ങളെ ഖബർ ഷെരീഫുള്ള മമ്പുറത്ത് തന്നെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ അതിന് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ചോദ്യം. അത് ചോദ്യം കണ്ടത് തോന്നുന്നത് ഇബ്രാഹിം ബാദുഷയുടെ നാട് എവിടെ എന്നാ തോന്നുന്നു ചോദ്യം കണ്ടത്. ഞാൻ സയ്യിദ് ഇബ്രാഹിമുൽ ബാദുഷ എന്നവരുടെ നാട് എവിടെ എന്ന് അതാന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. ഏതോ ഒരു പേര് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും. നമുക്ക് ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഇനിയും റെഫർ ചെയ്യാണ്ട്. അപ്പൊ നമ്മള് ക്ലാസ് ഒക്കെ ഒന്ന് സ്പീഡ് ആക്കുകയാണ്. അതുകൊണ്ട് ഇനി അടുത്ത എന്താ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നതാണല്ലേ? വായിച്ചോളി. ലോകത്തെ അറബി രാഷ്ട്രങ്ങൾ. ഈ ക്വസ്റ്റ്യൻ പേപ്പറോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇനി എടുക്കാനുള്ളതോ? ഇൻഷാ അല്ലാഹ് ഓരോ ഇതും നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഗ്രൂപ്പിൽ വിടും ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ. ലോകത്ത് എത്ര രാഷ്ട്രങ്ങളുണ്ട്? എത്ര അറബ് രാഷ്ട്രങ്ങളുണ്ട്? 16.
ലോകത്ത് 22 അറബ് രാഷ്ട്രങ്ങൾ. 22. എത്ര അറബ് രാജ്യങ്ങൾ? 22 അല്ലേ? 22. പടച്ചോനെ ഏറ്റിട്ട് പറ്റൂല. അത് മാറ്റട്ടെ. ഇരുപത്തിരണ്ട് അറബ് രാഷ്ട്രങ്ങളുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് അറബ് രാഷ്ട്രങ്ങൾ എന്താക്കാൻ പറ്റും? 3 രൂപത്തിൽ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ, ലോകത്തെ രാഷ്ട്രങ്ങൾ നമുക്ക് 3 രൂപത്തിൽ തരംതിരിക്കാൻ പറ്റും അല്ലേ? എങ്ങനെ? മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ, മുസ്ലിം അറബി രാഷ്ട്രങ്ങൾ, പിന്നെ മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രങ്ങൾ എന്നിങ്ങനെ 3ആയി തെരഞ്ഞെടുക്കാൻ പറ്റില്ലേ? ഇന്ത്യ ഇതിൽ ഏതിലാ പെടുന്നത്? മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രങ്ങളിലാണ് ഇന്ത്യ പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ഉള്ളത് ഏത് രാഷ്ട്രത്തിലാണ്? ഇന്തോനേഷ്യാണ്. അത് കഴിഞ്ഞിട്ടോ? പാകിസ്ഥാൻ. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ അല്ലേ? ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ഇന്ത്യയിലാണല്ലേ? എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് ന്യൂനപക്ഷ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യമാണ് ഏത്? ഇന്ത്യ. അതായത് ഇനിയിപ്പോ പുതിയ കണക്ക് പ്രകാരം 2050 ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള രാജ്യം ഇന്ത്യയാകുമെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അപ്പോ ഇന്ത്യനെ ചെറുതാക്കി കാണുന്നു വേണ്ട കേട്ടോ. ഇന്തോനേഷ്യയാണ് ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ആളുകളെങ്കിലും 2ാം സ്ഥാനത്ത് ഇന്ത്യ ഉണ്ട്. അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽ, ന്യൂനപക്ഷ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ഇന്ത്യയിലാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഇതില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുസ്ലിമീങ്ങളുടെ ഉള്ള ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ഉള്ള ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ, മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ ഏഷ്യൻ വൻകരയിലുള്ള രാഷ്ട്രങ്ങളുണ്ട്, ആഫ്രിക്കൻ വൻകരയിലുള്ള രാഷ്ട്രങ്ങളുണ്ട്, യൂറോപ്പ്. അങ്ങനെ നമുക്ക് വേർതിരിച്ച് നമ്മളെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ? ഏതൊക്കെയാണ്? അറബ് രാഷ്ട്രങ്ങളുടെ പറഞ്ഞെടുത്ത് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ, പിന്നെ ഒമാൻ, യമൻ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഫലസ്തീൻ, ഇറാഖ്, ജോർദാൻ, ലബനാൻ. ഇതൊക്കെ ഏതാണ്? ഏഷ്യൻ രാജ്യങ്ങൾ. അപ്പൊ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു 5 ഏഷ്യൻ രാജ്യങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാ? അതിൽ നിന്ന് എഴുതട്ടാ. പിന്നെ അതേപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാ? ഈജിപ്ത്, മൊറോക്കോ, സൊമാലിയ, സുഡാൻ, ടുണീഷ്യ. അപ്പോ അതും എന്ത് ചെയ്യാ?
അതും പഠിച്ചു വെക്കട്ടോ ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം നോക്കുകയാണി. ഉമവിയ ഭരണകാലത്ത് ഡാഷ് ഖലീഫമാരുണ്ടായിരുന്നു. ഖലീഫമാര് ഭരണം നടത്തിന്ന്. എത്ര ഖലീഫമാരാ? എഴുതിക്കോളി അവിടെ. ആരാ എഴുതുക? അവിടെ എഴുതി നോക്കാണി. എഴുതി സ്ക്രീനിൽ എഴുതി. സ്ക്രീനിൽ എഴുതി. ആരാ എഴുതണം നോക്കാം. നേരെ എഴുതാ. നിങ്ങക്ക് നേരെ എഴുതിയാൽ അതിൽ വരും. ഇല്ലേ? ആരും എഴുതണില്ലേ? അയച്ചാണ്ട് കയ്യേറ്റ് അവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പൊ അവിടെ വന്നോളൂ. വരണില്ല? ഞാൻ തന്നെ എഴുതിക്കോളാം. അതാ ഓക്കെ. 14. ഇത് എവിടെ ഒന്ന് വരച്ചാണ്. താഴത്തെ എവിടെ ആണെന്ന് തോന്നുന്നു വരച്ച്. ഓക്കെ. വേറെ ഉള്ളടത്ത് വരക്കാൻ പറ്റണ്ടല്ലേ ഇതേ. പിന്നെ 4 മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഡാഷ് ഭരണകാലത്താണ്. ആരുടെ ഭരണകാലത്താണ് 4 മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത്? അബ്ബാസിയ. അബ്ബാസി ഭരണകാലത്തല്ലേ? നല്ലപോലെ നല്ലപോലെ ഇത് ഞാൻ വായിച്ചുതരാം. ഞാൻ വായിച്ചുതരാം. നീ എഴുതിക്കോ. എഴുതിക്കോ. കഴിഞ്ഞോ?